നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ണി മുകുന്ദൻ നായകനായി തിയേറ്ററുകളിലെത്തിയ മാർക്കോ എന്ന് പറയുന്ന ചിത്രം കേരളം മൊത്തം വലിയ ഒരു പോസിറ്റീവ് റെസ്പോൺസുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ ആദ്യ ദിവസ കളക്ഷനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിലവിൽ 2024 ടോപ്പ് ഗ്രോസറായിട്ട് നിൽക്കുന്നത് മമ്മൂട്ടി നായകനായി വന്ന ടർബോ എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുമായിട്ട് ഉണ്ണി മുകുന്ദൻ്റെ ചിത്രം തട്ടിച്ചു നോക്കുമ്പോൾ ആദ്യ ദിവസത്തെ ഹെവി പോസിറ്റീവ് റെസ്പോൺസും അഡ്വാൻസ് ബുക്കിങ്ങും എല്ലാം കൂട്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ടർബോ താൽക്കാലികമായിട്ടെങ്കിലും സേഫാണ് എന്ന് വേണം പറയാനായിട്ട്. താൽക്കാലികം എന്നുള്ള വാക്ക് പറയാൻ കാരണം ഇനി ഈ വർഷം വലിയൊരു പടം കൂടി ഇറങ്ങുന്നുണ്ട്. അത് അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമയാണ്. എന്ത് തന്നെയായാലും ഉണ്ണി മുകുന്ദൻ്റെ ഈ ചിത്രം കരിയറിലെ തന്നെ ഏറ്റവും മുതൽ മുടക്ക് വരുന്ന ഈ ചിത്രത്തിന് ആദ്യ ദിവസത്തെ ബുക്കിങ്ങിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.25 കോടി രൂപയ്ക്ക് അധികം നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് ഒരു ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ചിത്രത്തിന് 4 കോടി മുതൽ 5 കോടി രൂപ വരെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുമെന്നാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ ടർബോയുടെ കാര്യത്തിൽ വേറെ വലിയ വിഷയങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഉണ്ണി മുകുന്ദൻ്റെ ഈ ചിത്രം ഉണ്ണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ ഗ്രോസറായിട്ട് മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അത് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല, പ്രതീക്ഷിക്കുന്ന കണക്കുകൾ എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4 മുതൽ 5 കോടി രൂപ വരെയും വേൾഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 8 മുതൽ 10 കോടി രൂപ വരെയും ചിത്രത്തിന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. മറ്റൊരു കാര്യം, ഹിന്ദിയിൽ നിന്ന് ഹെവി റെസ്പോൺസ് ചിത്രത്തിന് കിട്ടുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഹിന്ദിയിൽ നിന്ന് പ്രധാനപ്പെട്ട റിവ്യൂവർമാരും തന്നെ ചിത്രത്തിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല എന്നുള്ളതൊരു മൈനസ് പോയിൻ്റാണ്. പക്ഷേ അല്ലെങ്കിൽ വന്നിരിക്കുന്ന റിവ്യൂ ആയാലും തിയേറ്റർ റെസ്പോൺസുകളായാലും വളരെ പോസിറ്റീവാണ്. അത് വരും ദിവസങ്ങളിൽ ഹിന്ദിയിൽ ആളി കത്താനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നാളത്തോടു കൂടി തന്നെ പ്രധാന യൂട്യൂബർമാരെല്ലാം ഹിന്ദിയിൽ റിവ്യൂ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുകൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ നിന്നും ചിത്രത്തിന് ഹെവി പോസിറ്റീവ് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഹിറ്റിന് വേണ്ടി.